കഴിഞ്ഞ തലമുറകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടവരും ഈ തലമുറയിലുള്ളവരും ഒരുപോലെ അവരുടെ പ്രസംഗങ്ങളിലും അവരുടെ പ്രാർത്ഥനകളിലും അവരുടെ ആരാധനകളിലും പരസ്യയോഗങ്ങളിലും തിരുമേശകളിലുമൊക്കെ പറയുന്ന സാധാരണയായിട്ടുള്ള ഒരു പദമാണ് ഇന്നേക്കും 2000 വർഷങ്ങൾക്കു മുമ്പ് യേശു കർത്താവ് കാൽവരിയിൽ യാഗമായെന്നുള്ളത്. എന്നാൽ നമ്മൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ AD 30 യേശു കർത്താവ് കാൽവരിയിൽ യാഗമാകുന്നത്. അങ്ങനെയാണെങ്കിൽ 2030 ആകുമ്പോഴാണ് യേശു കർത്താവ് കാൽവരിയിൽ യാഗമായിട്ട് 2000 വർഷം ആകുന്നത്. അപ്പോൾ ആശയപരമായിട്ട് നമുക്ക് ഒരു സംശയം അതിനകത്ത് തോന്നാൻ സാധ്യതയുണ്ട്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ദൈവത്തോട് അങ്ങനെ ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു ബോധ്യമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസത്തിൻ്റെ വാക്കുന്നത് പോലെ, ഒരു പ്രവചനം എന്നതുപോലെ കഴിഞ്ഞ തലമുറകളിലും ഈ തലമുറയിലും ഉള്ള ദൈവദാസന്മാരുടെ നാവുകളിലൂടെ ദൈവജനത്തിൻ്റെ അധരങ്ങളിലൂടെയൊക്കെ പറയുന്ന ഈ പദങ്ങൾ ഒരു അസാധാരണ പ്രവചനമായിരുന്നു എന്നുള്ളത് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം ഒരു വലിയ ആത്മീക ഉണർവിന് പ്രാധാന്യമുള്ള ഒരു സമയമാണ്. AD 26 യേശു കർത്താവ് സ്നാപക യോഹന്നാൻ്റെ കീഴിൽ സ്നാനപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ 2026 ആകുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്നാനം കഴിഞ്ഞിട്ട് 2000 വർഷം തികയുകയാണ്. മാത്രമല്ല AD 30 എന്ന് പറയുമ്പോൾ യേശു കർത്താവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തിന് ശേഷമുണ്ടാകുന്ന ആ പെന്തക്കോസ്ത് നാൾ, അപ്പോസ്തലപ്രവൃത്തി 2 നമ്മൾ വായിക്കുന്ന ആ വ്യത്യസ്തമായ അസാധാരണമായ ആത്മീകാനുഭവം അല്ലെങ്കിൽ സഭയുടെ തുടക്കം AD 30 സംഭവിക്കുന്നത്. തുടർന്ന് നമ്മൾ അപ്പോസ്തലപ്രവൃത്തികളിൽ വായിക്കുന്ന അതിനോട് അനുബന്ധിച്ച വീര്യപ്രവൃത്തികളും ഉണർവുകളും എല്ലാം അതിനോടുള്ള ബന്ധത്തിൽ അടുത്തടുത്തുള്ള വർഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം ഒരു അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ ഒരു സമയമെന്ന് ഉറപ്പായും നമുക്ക് വിശ്വസിക്കാം. ഓരോ 2000 വർഷം കഴിയുമ്പോഴും മാനവകുലത്തിനായി അസാധാരണമായിട്ടുള്ള ദൈവിക സന്ദർശനം ദൈവം അയച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നാളുകളിൽ ലോകവ്യാപകമായി ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ഒരു പുസ്തകത്തിൽ വായിച്ച് കേട്ടിട്ടില്ലാത്ത, ഇതുവരെ നമ്മളാരും ചിന്തിച്ചിട്ടില്ലാത്ത നിലകളിൽ ഒരു ആത്മീക ചലനം ലോകമെമ്പാടും വെളിപ്പെടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന താങ്കൾ ഒരു ഉണർവിന് വേണ്ടി ദൈവം എന്നെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാനും ഈ സമയങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കാത്തിരിക്കാനും ദൈവശക്തി പ്രാപിക്കാനും നമുക്ക് തയ്യാറാകാം. ഇത് ദൈവത്തിൻ്റെ സമയമാണ്. ഇത് ഭാരതത്തിൻ്റെ സമയമാണ്. ഇത് ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ താല്പര്യപ്പെടുന്നവരുടെ സമയമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം, ഒരു ഉണർവിനായി വില കൊടുക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.